ഹലോ ഗായ്സ്, ഇന്ന് സെൻസെക്സ് എക്സ്പയർ ഡേ ആയിരുന്നു. നമ്മൾ സെൻസെക്സ് എക്സ്പയർ ഡേ നമ്മൾ ലോസ് ആണ് ഉണ്ടാക്കിയേക്ക്. ഒരു 30K ലോസ് ആണ്. നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഇന്ന് നമ്മൾ ലോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറെക്കുറെ 30K ലോസ് ആണ്. ആ ട്രേഡ് ഞാൻ ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ലെങ്കിൽ അത് നമുക്ക് ഈ ഒരു ലോസിൽ എക്സിറ്റ് അടിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഏറെക്കുറെ നമുക്ക് ചെറിയൊരു ലോസ് മാത്രമേ വരുള്ളായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രേഡായിരുന്നു. ഒരുപാട് നേരം കഴിഞ്ഞിട്ടാണ് ഞാനൊരു കോൾ ഓപ്ഷൻ എടുത്തത്. നമ്മൾ 4 ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ട്രേഡ് തന്നെയായിരുന്നു. സെൻസെക്സിൽ മാത്രമല്ല എടുത്തത്, നമ്മൾ മിഡ് ക്യാപ്പിലും എടുത്തു, ബാങ്ക് എക്സിലും എടുത്തു. ബാങ്ക് എക്സിലൊക്കെ ചെറുതെടുത്തുള്ളൂ, ജസ്റ്റ് വന്നാലോ, അതായത് താഴോട്ട് വന്നാലോ പറഞ്ഞിട്ട് ചെറിയൊരു മൂമെൻറ്റ്സിൻ്റെ ഇത്. എൻ്റെ ട്രേഡ് എവിടെ നിന്നൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞുതരാം. അത്യാവശ്യം ക്ലിയർ ട്രേഡ്സ് ആയിരുന്നു എല്ലാം. ഞാൻ ആദ്യം തന്നെ ഒരു 2 ലോട്ട് ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ കാര്യമില്ല, ജസ്റ്റ് ബൈ ചെയ്തുകൊണ്ട് ഞാൻ അപ്പോൾ തന്നെ എക്സിറ്റ് അടിച്ചു. പുട്ട് ഓപ്ഷൻ അവിടെ വെക്കുന്നതോളം തീറ്റയൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ ബൈ ചെയ്ത് ജസ്റ്റ് എൻ്റെ അപ്പം തന്നെ വ്യൂ തെറ്റിയതുകൊണ്ട് ഞാൻ ഈ ഒരു 2 ലോട്ട് ഞാൻ അപ്പം തന്നെ എക്സിറ്റ് അടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് താഴോട്ട് വരാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് 2 ലോട്ട് എടുത്തുള്ളൂ. അത് കാര്യമില്ലാത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്തത് ഒരു 10:30ക്കാണ്. 10:30 നമ്മൾ ടോട്ടൽ ഒരു 8 ലോട്ടോളം എടുത്തിട്ടുണ്ടായിരുന്നു. 8 അല്ല 10 കൃത്യം, അതായത് ആവറേജ് ചെയ്തൊരു 10 ലോട്ട്സ് ആവറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. 72,100 പുട്ട് ഓപ്ഷനായിരുന്നു. നമ്മൾ നിഫ്റ്റി നോക്കിയിട്ടാണ് ഈ സെൻസെക്സിൽ എടുക്കുന്നത്. നമുക്ക് സെൻസെക്സ് നോക്കാം. ഏറെക്കുറെ 2 ഒരേ ചാർട്ട് തന്നെയാണ്. നമ്മളൊരു ഏറെക്കുറെ 10:30ക്കാണ് എടുത്തത്. ഈ ഒരു പൊസിഷനാണ് എടുത്തത്. ഇവിടെ താഴോട്ട് വീഴുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. കാരണം താഴോട്ട് വീഴുന്നുള്ള എക്സ്പെക്റ്റേഷന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാറൊക്കെയാണ്. യുദ്ധത്തിൻ്റെ കുറച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. ഇത് നോർമൽ സെനാരി ആണെങ്കിൽ ഞാൻ നോർമലി മേലോട്ട് എടുത്തിട്ടുണ്ടാവും ജസ്റ്റ്. പക്ഷേ ഇന്നലെ ഇതേപോലത്തെ സിറ്റുവേഷനാണ് ഒറ്റയടിക്ക് വീണത്. അപ്പോൾ ഇങ്ങനെ വീണാലോ എന്നൊരു ചാൻസ് ഉണ്ടായിരുന്നു. നെഗറ്റീവായിരുന്നു, എൻ്റെ മൈൻഡിൽ നെഗറ്റീവായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ലോസ് വന്നത്. മേലോട്ട് പോയതാണ്. ഏറെക്കുറെ എല്ലാവരുടെ മൈൻഡിൽ നെഗറ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ മൈൻഡിൽ പോയി. ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു. മാർക്കറ്റിനനുസരിച്ച് പോകണമായിരുന്നു. ബട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ലോസ് വന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഏറെക്കുറെ ഈ ഒരു പൊസിഷൻ തന്നെ എക്സിറ്റ് അടിച്ചു. ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ബിഗ് ക്യാൻഡിൽ നിന്ന് ഞാൻ എക്സിറ്റ് അടിച്ചത് എനിക്കിപ്പോൾ അത്ര നന്നായി തോന്നിയിട്ട് അങ്ങനെ തന്നെ ആ ഒരു ക്യാൻഡിൽ എക്സിറ്റ് അടിച്ച് വിട്ടു. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നവർ നിന്നില്ല. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിരുന്നെങ്കിൽ അതിനേക്കാൾ നല്ല ലോസ് വന്നിട്ടുണ്ടാകും. ആ ട്രേഡിൽ നമുക്ക് ഏറെക്കുറെ 5K ലോസ് വന്നിട്ടുണ്ടായിരുന്നു. കൃത്യം 5Kൻ്റെ അടുത്ത് നമുക്ക് ലോസ് വന്നതാണ് ഇതിൽ. ഏറെക്കുറെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ട്രേഡ് തന്നെയായിരുന്നു എന്ന് പറയാം. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ട്രേഡ് ചെയ്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡ് ക്യാപ്പിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സമയം കഴിഞ്ഞിട്ട് എടുത്ത് ഏറെക്കുറെ 2 ലോട്ട് മിഡ് ക്യാപ്പിൽ എടുത്തുള്ളൂ. ജസ്റ്റ് സിമ്പിളായിട്ടൊരു 2 ലോട്ട്, അതൊരു ടാർഗറ്റും വെച്ച് കൃത്യമായിട്ട് അത് എക്സിറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. മിഡ് ക്യാപ്പിൽ ഞാൻ കോൾ ഓപ്ഷൻ എടുത്തത് ക്ലിയർ ആയിട്ട് തന്നെ എടുത്തത്. ഏറെക്കുറെ ഒരു 12:15 എടുത്ത് നമ്മൾ 12:45 എക്സിറ്റ് അടിച്ച് നമ്മൾ ടാർഗറ്റ് അടിക്കുകയായിരുന്നു ചെയ്തത്. മിഡ് ക്യാപ്പിൽ അത്യാവശ്യം നല്ല ട്രേഡ് തന്നെയായിരുന്നു. നമ്മളെല്ലാം എൻ്റെ എക്സിറ്റും ട്രേഡ് എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റുള്ളൂ. മിഡ് ക്യാപ്പിൽ നമ്മൾ ട്രേഡ് എടുത്ത എവിടെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ്. അതായത് കൃത്യം പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് എക്സ്പെക്റ്റ് 12:30 കൃത്യം, അതായത് ഏറെക്കുറെ 12:15 ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടിയപ്പോഴാണ് നമ്മൾ എൻട്രി എടുത്തത്. ഇത് ബ്രേക്ക് ഔട്ട് എൻട്രിയാണ്. മിഡ് ക്യാപ്പ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ഷുവറിറ്റി ഉണ്ടായിരുന്നു. മിഡ് ക്യാപ്പ് അനലൈസ് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. മിഡ് ക്യാപ്പ് ട്രേഡ് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് ഒരു ബ്രേക്ക് ഔട്ട് ഒക്കെ കിട്ടുമ്പോൾ അത്യാവശ്യം ഒരു ടാർഗറ്റിൽ വരെ പോകാറുണ്ട്. അപ്പോൾ അതങ്ങനെ എടുത്താണ്. അത്യാവശ്യം 2 ലോട്ട് എടുത്തു. നമ്മൾ അധികം ലോട്ടൊന്നും ആഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് 2 ലോട്ട് എടുത്തു. കൃത്യമായിട്ട് ഒരു ടാർഗറ്റ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ലെവലായിരുന്നു. അവിടെ ടച്ച് ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് എക്സിറ്റ് അടിച്ചു. ഈ ഒരു ക്യാൻഡിൽ തന്നെ ടച്ച് ചെയ്തു. ഞാനപ്പോൾ തന്നെ എക്സിറ്റ് അടിച്ച് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ടോട്ടൽ നമുക്കൊരു 5K ലോസ് ഉണ്ടായിരുന്നു. നമ്മൾ അതിൽ ബുക്ക് ചെയ്ത ഒരു 1K ലോസിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1K ലോസ് കവർ ചെയ്യാനായിട്ട് നമ്മളൊരു ബാങ്ക് എക്സിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ബാങ്ക് എക്സിൽ ഇന്ന് ഒട്ടും ഓളിയില്ല. ട്രേഡ് എടുക്കാൻ അത്ര നല്ലൊരു ഇൻഡെക്സ് അല്ല ബാങ്ക് എക്സ്, മൂവ്മെൻറ്റ്സ് ഇല്ലാത്തതായിരുന്നു. അത് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി, പക്ഷേ മൂവ്മെൻറ്റ്സ് ഇല്ലാത്തതായിരുന്നു. ബാങ്ക് എക്സിൽ നമ്മളൊരു 3 ലോട്ട് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. അത് വളരെ ഈസി ആയിട്ട് ജസ്റ്റ് 3 ലോട്ട് ആഡ് ചെയ്തു ബാങ്ക് എക്സിൽ. അത് നമ്മൾ സിമ്പിളായിട്ടൊരു മണിക്കൂർ, അതായത് 1 മണിക്ക് വാങ്ങിയിട്ട് നമ്മൾ ഒരു 1:15 തന്നെ എക്സിറ്റ് അടിച്ചു ബാങ്ക് എക്സിൽ. അത്യാവശ്യം എല്ലാ ഇൻഡെക്സിലും ട്രേഡ് എടുത്തിട്ടുണ്ട്. ബാങ്ക് എക്സിൽ എവിടെ നിന്ന് എൻട്രി എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനാണ് ബാങ്ക് എക്സിന് എടുത്തത്. ഇവിടെ നിന്ന് താഴോട്ട് എടുത്തത് പുട്ട് ഓപ്ഷനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആയിരുന്നു, നല്ലൊരു ക്ലിയർ വ്യൂ എന്ന് പറയാൻ പറ്റില്ല. കൃത്യം 1 മണിക്ക് എവിടെ നിന്നൊരു താഴോട്ട് വരും. അവിടെ പിവറ്റൊക്കെ ഉണ്ട്. പിവറ്റിനോടും താഴോട്ടൊക്കെ വരുന്നതാണ് വിചാരിച്ചെടുത്തത്. അവിടെ ട്രെൻഡ് റിവേഴ്സ് എക്സ്പെക്റ്റേഷനിലാണ് എടുത്തത്. ബട്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സ് ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. ജസ്റ്റ് 15 തന്നെ എക്സിറ്റ് അടിച്ചു. അത് എക്സിറ്റ് അടിച്ചില്ലെങ്കിൽ അത് ഹ്യൂജ് ലോസിലേക്ക് പോയതിനാണ് ഞാൻ അപ്പോൾ തന്നെ എക്സിറ്റ് അടിച്ച് അത് മാറി. അതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രേഡ് തന്നെയായിരുന്നു.
അപ്പോൾ നമുക്ക് അധികം ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല, ജസ്റ്റ് 3 ലോട്ട് ഉണ്ടായിരുന്നുള്ളൂ. എക്സ്പെക്റ്റേഷൻ തെറ്റിയെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ മാറ്റണം. പിന്നെ ട്രെൻഡാണ്, റിസ്ക്കും കൂടി ട്രേഡാണ്. ട്രെൻഡിന് അഗേൻസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് കൂടി ട്രേഡാണ്. ആ റിസ്ക് നമുക്ക് എന്തായാലും വേണ്ട. അപ്പോൾ നമ്മൾ ലോട്ട് കുറയ്ക്കാം, ചെറിയ പ്രോഫിറ്റ് എടുക്കാം, എന്നിട്ടും നമുക്ക് അത് ഷുവർട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റുക, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എടുത്തതാണ് നമുക്ക് പണി കിട്ടിയത്. അപ്പോൾ അതിൽ നമ്മളൊരു 1000 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ബാങ്ക് എക്സിൽ എടുത്തത്. അപ്പോൾ നമ്മൾ ഓവറോൾ നില്ലായി, അതായത് 1000 രൂപ ലോസ് ഉണ്ടായിരുന്നൊക്കെ മാറി ഓവറോൾ നില്ലായി. അത് കഴിഞ്ഞിട്ട് നമ്മളെടുത്ത ട്രേഡ് തന്നെയാണ് നമുക്ക് നല്ല ഹ്യൂജ് ലോസ് വന്നത്. അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു. അത് അത്യാവശ്യം നന്നായിട്ട് തന്നെ അടിച്ചു. ഒരു നല്ല പൊസിഷനായിരുന്നു, എൻട്രി നല്ല പൊസിഷനായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ വീണ്ടും നല്ല രീതിക്ക് മേലോട്ട് പോകുന്നുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഏറെക്കുറെ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത് 2.16 2.16 എടുത്തിട്ട് നമ്മൾ ഏറെക്കുറെ അതിൽ 12 ലോട്ടോളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവറേജ് ചെയ്തിട്ട് അത് നമുക്ക് അത്യാവശ്യം ഒരു എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് ഏറെക്കുറെ 50% സ്റ്റോപ്പ് ലോസ് അടിച്ചു. കോട്ടയെന്ന് വെക്കാം, നമുക്കറിയില്ല. അതിൽ നമുക്ക് 50% ലോസ് വന്നത് ആ ഒരു ട്രേഡിലാണ്. അതൊരു അത്ര നല്ല ട്രേഡാണെന്ന് പറയാൻ പറ്റത്തില്ല, ഒട്ടും പറയാൻ പറ്റില്ല. നമ്മൾ ഏറെക്കുറെ ഒരു 2.10 ഈ ഒരു ക്യാൻഡിലാണ് എടുത്തത്. ഇവിടുന്ന് മേലോട്ട് പോകുമ്പോൾ തന്നെ എടുത്തത്, ബട്ട് മേലോട്ട് പോയില്ല. ഇതിലല്ല, നമ്മളെടുത്തത് സെൻസെക്സിലാണ്. ഞാനിത് സെൻസെക്സ് ഇത് നോക്കിയിട്ട് നിഫ്റ്റി നോക്കിയിട്ടാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻസെക്സ് ട്രേഡിംഗ് വ്യൂവിൽ ഡിലേ ആണ്, ഒരു 15 മിനിറ്റ്സ് ഡിലേ ആണ്. അപ്പോൾ അതുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ സെൻസെക്സ് നോക്കിയിട്ട് എടുക്കാറ്. ഇതിൽ ഏറെക്കുറെ ഈ ഒരു ക്യാൻഡിലാണ് എടുത്തത്. കൃത്യം ഒരു 15-ൻ്റെ ക്യാൻഡിലാണ് സ്റ്റാർട്ട് ചെയ്ത് എടുത്തു. ഈ ഒരു ക്യാൻഡിൽ എടുത്തു, എന്നിട്ട് ആവറേജ് ചെയ്ത് നമുക്ക് 200 EMA സ്റ്റോപ്പ് ലോസ് വെച്ചു. ടച്ച് ചെയ്തു, വന്നു, മേലോട്ട് പോയി. എന്നിട്ട് വീണ്ടും വന്ന് ടച്ച് ചെയ്ത് 200 EMAൻ്റെ ഏറ്റവും ലോന്ന് നമ്മൾ എക്സിറ്റ് അടിച്ചു. ആ ഒരു ക്ലോസിങ് കിട്ടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ എക്സിറ്റ് അടിച്ച് മാറി. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഏറെക്കുറെ അതിൻ്റെ ഏറ്റവും ലോല് വന്നിട്ട് നമ്മൾ എക്സിറ്റ് അടിച്ച പൊസിഷൻ അത്ര നല്ലതായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും മേലോട്ട് പോയി. അത് ഹോൾഡ് ചെയ്ത് നമ്മൾ അതേപോലെ എക്സിറ്റിന് വേറെ കാരണമുണ്ട്. അതപ്പോഴേക്കും അറ്റ് ദ മണി സെൻസെക്സിൽ 100 രൂപയ്ക്കായിരുന്നു. നമ്മൾ സെൻസെക്സ് നോക്കിയാണെങ്കിൽ 200 EMA അടിച്ചിട്ടുണ്ടാവില്ല, അത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ നിഫ്റ്റി നോക്കിയിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സെൻസെക്സ് നോക്കിയിട്ടുണ്ടെങ്കിലും എക്സിറ്റ് അടിച്ചിട്ടുണ്ടാകും. 200 EMAയ്ക്ക് പുറമെ വേറൊരു സാധനമുണ്ട്, അതായത് സിങ് അവിടെ ഒരു ലെവൽ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഓൾറെഡി നമുക്ക് ഇങ്ങനൊരു ലെവൽ ക്രിയേറ്റ് ആക്കിയിട്ടാണ് പോയത്. അപ്പോൾ ഇതിൻ്റെ താഴെ വന്ന് ക്ലോസ് ചെയ്താൽ എക്സിറ്റ് അടിക്കണം. നോർമലി ഞാൻ എക്സിറ്റ് അടിക്കാറുണ്ട്. അതിൽ കൃത്യമായി 200 EMA ആണ്. ഇതിൽ 200 EMA കുറച്ചും കൂടെ താഴെയാണ്. കൃത്യമായിട്ട് സെൻസെക്സ് 200 EMA ആക്ട് ചെയ്തിട്ടുണ്ട്. മറ്റു കാര്യമില്ല, ഞാനിത് നിഫ്റ്റി നോക്കിയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും എടുക്കുന്ന പോലെ എടുത്തത്. അത് ഇന്നിപ്പോൾ എടുത്ത് പണിപാടി സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അങ്ങനെ തന്നെ നമുക്ക് ലോസും വന്നു, അക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ ലോസിന് പുറത്ത് നമ്മൾ വേറെ ട്രേഡ് എടുക്കാൻ നിന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ട്രേഡ് തന്നെയായിരുന്നു. പക്ഷെ ഇന്നെടുത്ത സ്റ്റോപ്പ് ലോസ് നമ്മളൊന്ന് അടിച്ചില്ലായിരുന്നെങ്കിൽ തോന്നിപ്പോവും. ബട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ ഇപ്പം മേലോട്ട് പോയതുകൊണ്ട് ഓക്കെ, അല്ലെങ്കിൽ ആ ട്രേഡ് അവിടെ കൺസോൾട്ടേഷൻ നടത്തിയാലും താഴോട്ട് വന്നാലും നമുക്ക് വീണ്ടും നല്ല ലോസ് വരും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എക്സിറ്റ് അടിച്ച്, അല്ലാത്ത പക്ഷേ നമ്മൾ എക്സിറ്റ് അടിക്കില്ലായിരുന്നു. നമ്മൾ ടോട്ടൽ 13,000 രൂപ, അതായത് 30K നമ്മൾ ലോസ് ഉണ്ടാക്കി. നമ്മൾ ഇന്നലെ പ്രോഫിറ്റ് ഉണ്ടാക്കിയത് ഇന്ന് ലോസ് ഉണ്ടാക്കി, അത്രേ ഉള്ളൂ. പോട്ടെ, അത് കുഴപ്പമില്ല. നമ്മൾ ഈ വീക്ക് ഓവറോൾ വീണ്ടും പ്രോഫിറ്റ് തന്നെയാണ്, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് വിടാം, അത്രേ ഉള്ളൂ. കുഴപ്പമില്ലാത്ത ട്രേഡാണ്. ഇപ്പം എന്തായാലും വാറിൻ്റെ ഒരു നെഗറ്റീവ് ന്യൂസൊക്കെ ഉണ്ട്, നെഗറ്റീവ് ഉണ്ടെന്നുള്ളൂ. ബട്ട് ഇന്ന് നല്ല രീതിക്ക് മേലോട്ട് പോയി. ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ചിലപ്പോൾ നല്ല വീഴാതിരിക്കാം, അത് നമ്മുടെ കയ്യിലല്ല. അതായത് ഒരു ന്യൂസിൻ്റെ പുറത്തൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. നമുക്കൊരു വൺ സൈഡ് മൈൻഡ് സെറ്റ് കിട്ടും. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത് ചിലപ്പോൾ നമ്മൾ അഗേൻസ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ തിരിച്ച് കയറും. അതായത് നമ്മൾ ഉദ്ദേശിച്ച ഇടയ്ക്ക് വരുന്നുള്ള മൈൻഡ് സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓവറോൾ ലോസ് വരാനുള്ള ചാൻസും ക്യാപിറ്റൽ 0 ആവാനുള്ള ചാൻസും നമുക്ക് ഏറ്റവും കൂടുതലുള്ളതാണ്. ഞാനിപ്പോൾ ഏറ്റവും നല്ല രീതിക്ക് മേലോട്ട് പോയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരുപാട് നേരം പോകുമ്പോഴും അതായത് മേലോട്ട് എടുക്കണോ എന്ന് ആലോചിക്കുന്നുണ്ട്. ബട്ട് ഇന്നലെയൊക്കെ വീണ പോലെ നല്ല രീതിക്ക് താഴോട്ട് വീണ് കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് അടിക്കാൻ പോലും സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ അങ്ങനത്തെ കൊണ്ട് നമ്മൾ കുറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഫുള്ളായിട്ട് ഈ ഒരു 2 ക്യാൻഡിലും കൂടി വീണപ്പോൾ ഞാൻ വീണ്ടും വിചാരിച്ചു നന്നായിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, ഇനിയും ചിലപ്പോൾ മേലോട്ട് ബ്രേക്ക് ചെയ്ത് പോയേക്കാം. അപ്പോൾ ആ ഒരു വ്യൂവിൻ്റെ പുറത്താണ് ഞാനും ഓക്കെ കുഴപ്പമില്ല, ഇത് നല്ല പൊസിഷനാണ്, കുറച്ചൊരു റീട്രേസ്മെൻറ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെ എന്തായാലും എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് അതൊരു പണി കിട്ടി. അങ്ങനെയാണ് ഈ ഒരു ലോസ് വന്നത്. കുഴപ്പമില്ല, അതിന് ശേഷം പോയില്ല, അന്നേരം വിട്ട് കളഞ്ഞു. ട്രെൻഡിന് അനുകൂലമായിട്ട് നമ്മൾ ആദ്യമേ നമ്മളൊരു കുറച്ച് നേരം മുമ്പേ നമ്മൾ അപ്പ് ട്രെൻഡാണെന്ന് വിചാരിച്ച് എക്സ്പെക്റ്റേഷനിൽ നമ്മൾ എൻട്രി എടുത്തില്ലെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ്, അതായത് നല്ല പ്രോഫിറ്റില്ലെങ്കിൽ അത്യാവശ്യം ഒരു നോർമൽ പ്രോഫിറ്റ് നമുക്ക് സുഖമായിട്ട് എടുക്കാമായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയിൽ പോയില്ല. എല്ലാം മൂവ്മെൻറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ആ മെൻറ്റാലിറ്റിക്ക് പോയത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ലോസ് വരാൻ കാരണം.
ചെറിയ ലോസാണ്, കുഴപ്പമില്ല. നമ്മളെന്തായാലും ഓവറോൾ നല്ല പ്രോഫിറ്റിന് ആയതുകൊണ്ടൊന്നും പ്രശ്നമില്ല. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സ് ആണ്. ഇനി മൺഡേ നമുക്ക് ബാങ്ക് എക്സിറ്റോ മിഡ് ക്യാപ്പിലോ എക്സ്പയർ ആണ്. നമുക്ക് ഏതിലാണെന്ന് വെച്ചാൽ നല്ല മൂവ്മെൻറ്റ്സ് ഉള്ളത് നമുക്ക് നല്ല ട്രേഡ് എടുക്കാം. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.